അലീന ടീച്ചറുടെ മരണത്തിന് സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദിയെന്ന് KPSTA. ജോലി ലഭിച്ച 6 വർഷം പിന്നിട്ടിട്ടും ശമ്പളം ലഭിക്കാത്തതിൽ മനം നൊന്താണ് അലീന ടീച്ചർ ആത്മഹത്യ ചെയ്തത്. നിയമ നടപടികൾ ത്വരിതപ്പെടുത്തി അധ്യാപക നിയമനം നടത്താതിരുന്നാൽ ഇനിയും ആത്മഹത്യകൾ ഉണ്ടാകും. പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച KPSTA സീനിയർ വൈസ് പ്രസിഡന്റ് B. സുനിൽകുമാർ പറഞ്ഞു. ടീച്ചർമാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിലെ പശുത്തൊഴുത്ത് പോലെയല്ല സഖാവ് പിണറായി വിജയന്റെ പശുത്തൊഴുത്ത്. മാർബിൾ ഉണ്ട്, AC ഉണ്ട്, തിങ്കളാഴ്ച വെസ്റ്റേൺ മ്യൂസിക്, ചൊവ്വാഴ്ച കർണാടിക് സംഗീതം, തിങ്കളാഴ്ച കുച്ചിപ്പുടി, അതിനുശേഷം മെലഡി സോങ്. അങ്ങനെ 7 ദിവസവും 7 പാട്ട് വെച്ച് കഴിഞ്ഞാൽ പാൽ ഏത് ദിവസമാണ് കൂടുതൽ കിട്ടുന്നതെന്ന് ഗവേഷണം നടത്തുകയും ഇവിടെ ലൈഫ് മിഷനിൽ ഒരു വീട് കെട്ടാൻ 4 ലക്ഷമാണ് കൊടുക്കുക. എവിടെയാണ് 4 ലക്ഷത്തിന് വീട് കിട്ടുക? ഞങ്ങളിവിടെ പറയുമ്പോൾ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്. വയനാട് ദുരന്തമുണ്ടായി, ഞങ്ങളും നിങ്ങളുമൊക്കെ കൊടുത്ത് വയനാടിൽ 10 വീട് കെട്ടാനുള്ള 1 കോടി രൂപ ഇപ്പോഴും ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ഞങ്ങളെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താ നിങ്ങൾ പിരിച്ച പൈസ നേരത്തെ രൂപത പറഞ്ഞ പോലെ രൂപത ഞങ്ങൾ കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു. ഇവിടെ മലപ്പുറം സമ്മേളനം നടന്നപ്പോൾ ഒരു പാവപ്പെട്ട പ്രൈമറിയിലെ ടീച്ചർക്ക് ഞങ്ങൾ 15 ലക്ഷം കൊണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചു നൽകി. ഇവിടെ ഊരാളുങ്കൽ സൊസൈറ്റി എന്നൊരു പേര് കേൾക്കണം. ഊരാളുങ്കൽ എല്ലാം ഊരിയെടുക്കുകയാണ് സംഭവം. ഇവിടെ എന്താ അവർ പറയുന്നത്? വയനാടിൽ ഒരു വീട് കെട്ടാൻ 32 ലക്ഷം രൂപ വേണമെന്നാ പറയുന്നത്. ബിജുമാട്ടെ, നിങ്ങളൊക്കെ വീട് കെട്ടുന്ന ആളാ. അപ്പൊ ഊരാളുങ്കൽ പോലെ എല്ലാം ഊരിയെടുക്കുക. സമരത്തിൽ സജീവ് അധ്യക്ഷനായി രമേശ് പാറപ്പുറം, K. സുരേഷ് കുമാർ, ബിജു വർഗീസ്, സനു M. സനോജ്, V. രാജീവ് എന്നിവർ പ്രസംഗിച്ചു.